മോഡി നടത്തുന്ന നാട്യങ്ങൾ ഇതിനാരു വളം വെച്ചു കൊടുത്തു എന്നതും സൂക്ഷിക്കേണ്ടതാണ്. ആത്മവിമർശനത്തോടു കൂടിയല്ലാതെ സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ 20 വർഷമായി ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെ പ്രതി ചേർത്ത് നിർത്തുകയാണ് പലരും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആരംഭിച്ച, അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള താലിബാൻ, പിന്നെ അത് അൽ ഖ്വാഇദയായി. താലിബാന്റെ ഒരു 5 വർഷം, താലിബാൻ വിറപ്പിച്ച ലോകത്തിന്റെ ഒരു 5 വർഷം, മനുഷ്യത്വരഹിതമായ 100,000 പോരാട്ടങ്ങളുടെ ഒരു 5 വർഷം. അത് കഴിയുമ്പോഴേക്കും അൽ ഖായിദ വന്നു. അൽ ഖായിദ അവസാനിച്ചു എന്ന് വരുമ്പോൾ ISIS വരികയാണ്. എവിടേക്കാണ് ഈ മനോഹരമായ ഒരു മതത്തെ, സ്നേഹത്തിന്റെ മതത്തെ, കാരുണ്യത്തിന്റെ മതത്തെ, നന്മയുടെ മതത്തെ, സഹാനുഭൂതിയുടെ മതത്തെ, അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം, സമാധാനം മാത്രം പറഞ്ഞ ഒരു മതത്തെ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് പഠിപ്പിച്ച ഒരു മതത്തെ, പൂച്ചയുടെ പട്ടിണി പ്രശ്നമാണ്, നായയുടെ ദാഹം പ്രശ്നമാണ്, മരങ്ങൾ പോലും മുറിക്കരുതെന്ന് പഠിപ്പിച്ച ഒരു മതത്തെ ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി എന്തിനാണ് ഇങ്ങനെ വികൃതമാക്കി നിർത്തുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. കേരളത്തിന്റെ തെരുവുകളിൽ പൊട്ടുപോലെ കാണുന്ന, ഡോക്ടർ മുനീർ സാഹിബ് പറഞ്ഞില്ലേ, പൊട്ടുപോലെ കാണുന്ന തീവ്രവാദികളോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങളും ഇതിന്റെ ഒരു ബാക്കി പത്രമാണ്. ഇസ്ലാമിനെ വികൃതമാക്കുന്നവരുടെ, നിറം കെടുത്തുന്നവരുടെ, തോന്നിവാസങ്ങൾ ചെയ്യിക്കുന്നവരുടെ. നമുക്ക് എതിർക്കാൻ, നമുക്ക് അതിനെ പരിശോധിക്കാൻ കഴിയുന്ന ഇടത്തിൽ നമ്മളത് ചെയ്യണം. ലോകം മുഴുക്കെ ഈ ഇസ്ലാമിക വിരുദ്ധതയെ കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടത്തോട് നോ പറയാൻ, ഇത് ഞങ്ങളുടെ ഇസ്ലാമല്ല, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഇസ്ലാമാണ്. ലോകത്തിലെ സ്നേഹത്തിന്റെ മതം ഇങ്ങനെയല്ല, ഇങ്ങനെ ആയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് ഏതോ ഒരു നൂറ്റാണ്ടിലല്ല, 1400 വർഷങ്ങൾക്കപ്പുറത്താണ്. ചരിത്രത്തെ നോക്കിയാൽ കാണാവുന്ന ഇത്തിരി ദൂരത്തിനപ്പുറമാണ്. ആ പ്രവാചകൻ ജീവിച്ചത് എങ്ങനെയാണ്? ആ പ്രവാചകൻ കാണിച്ച മാതൃക എന്താണ്? ആ പ്രവാചകൻ സ്നേഹിച്ച ലോകം ഇങ്ങനെയാണ്. നിങ്ങൾ പരിശോധിക്കുക. ആ മതത്തെ, ഇസ്ലാമിന്റെ ദഅവത്തല്ല, ഇസ്ലാമിന്റെ ദഅവത്തിന്റെ സാധ്യതകൾ നിങ്ങൾ തകർക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇസ്ലാം എന്ന് പറയാനുള്ള ഒരു അവകാശമുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ, വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ഉയരുന്ന ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ നിറമാണ് താലിബാൻ നിങ്ങൾ കെടുത്തിയത്, നിറമാണ് IS നിങ്ങൾ കെടുത്തുന്നത്, നിറമാണ്, ആ സൗന്ദര്യത്തിന്റെ മുഖമാണ് ഈ രാജ്യത്തിലെ മതവർഗീയവാദികൾ കെടുത്തിക്കളയുന്നത്. സൂക്ഷ്മത പാലിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. നിങ്ങളും ഞാനും ജീവിക്കുന്നത് അവനവന്റെ കുടുംബത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. നാം ജീവിക്കുന്നത് ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. ആ വിശ്വാസം കളങ്കപ്പെടുമ്പോ, ആ വിശ്വാസം തകർക്കാൻ കേരളത്തിന്റെ തെരുവിലല്ല, ലോകം മുഴുക്കെ ഒരു നെക്സസ് രൂപപ്പെട്ടു വരുമ്പോ അവിടെ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി നിങ്ങൾ ജീവിക്കാൻ കഴിയണം. ഞാൻ ഇന്നലെയും പറയുകയുണ്ടായി, ഇന്ത്യയിൽ മണ്ണിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പാർക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നിസ്സാരമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മോഡി രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ഇത് യാഥാർത്ഥ്യമല്ലാതാവുന്നില്ല. ആളുകളെ കൊന്നുതള്ളാൻ ഫാഷിസ്റ്റുകൾ ആയുധത്തിന് മൂർച്ച കൂട്ടുമ്പോഴും ഇതൊന്നുമല്ലാതാവുന്നില്ല. ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ്, മുസ്ലിങ്ങൾ പാർക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നിങ്ങൾ ഓർക്കുക, ഇന്ത്യ പക്ഷെ ഒരു മതേതര രാജ്യമാണ്. എത്ര മനോഹരമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം, എത്ര മനോഹരമാണ് ഈ രാജ്യം, മതേതരമാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വേറിട്ടുപോയി, ബംഗ്ലാദേശ് വേറിട്ടുപോയി, പാകിസ്ഥാൻ വേറിട്ടുപോയി, അവിടെ നിന്ന് ബംഗ്ലാദേശും എന്താ അവിടെ അതെന്തോ കണ്ടിട്ട് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശ് വേറിട്ടുപോയി, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വേറിട്ടുപോയി. ഈ 2 രാജ്യങ്ങൾ തിയോക്രാറ്റിക് സ്റ്റേറ്റുകളായി, മതാധിഷ്ഠിതമായ രാജ്യമായി. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രം വേണം എന്ന് പറഞ്ഞ് പുറത്തുപോയി. ഓർക്കണം നിങ്ങൾ, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേർ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. അവസാനം ഇന്ത്യ വിട്ടുപോകുന്ന മൗലാന മൗദൂദി പറഞ്ഞ ഒരു വാചകമുണ്ട്, ഞങ്ങൾക്ക് ഇന്ത്യയുടെ മണ്ണിൽ ജീവിക്കാൻ വയ്യ, ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമല്ല, എന്നാൽ പാകിസ്ഥാനിലേക്ക് ഞങ്ങൾ പോവുകയാണ്, പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാവുകയാണ്. ഓർക്കണം നിങ്ങൾ. പക്ഷേ ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് മുകളിലേക്ക് വർഗീയതയുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ, ഞാൻ ഈ രാജ്യത്തിലെ BJP-കാരോട് ചോദിക്കട്ടെ, RSS-കാരനോട് ചോദിക്കട്ടെ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങളുടെ പേരിൽ ഒരു രാഷ്ട്രമുണ്ടാക്കി പാകിസ്ഥാൻ, പക്ഷെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയോ? നിങ്ങൾ ഓർക്ക്, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഈ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ പാർത്തു. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ്, മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കിയ രാഷ്ട്രത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വിശ്വസിച്ചില്ല. അവിടെയും തീർന്നില്ല, മുസ്ലിങ്ങളുടെ പേരിൽ ബംഗ്ലാദേശ് ഉണ്ടായി. ബംഗ്ലാദേശ് ഉണ്ടാക്കിയപ്പോഴും
ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ബാക്കിയായി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബാക്കിയായി. എന്താണ് നരേന്ദ്രമോദി വിചാരിക്കുന്നത്? എന്താണ് രാജ്യത്തിലെ സംഘപരിവാരങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ വിരുദ്ധതയുടെ രാഷ്ട്രീയം പറഞ്ഞ്, വെറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ് ഇല്ലായ്മ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയപ്പെടും, ബംഗ്ലാദേശ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയപ്പെടും. ലോകത്തിലെ രണ്ടാമത്തെ മുസ്ലിങ്ങൾ പാർക്കുന്ന രാജ്യമായ ഇന്ത്യയുടെ കൂടെ ഞങ്ങൾ നിന്നു. നിൽക്കുക മാത്രമല്ല, ഞങ്ങൾക്കൊരു നേതാവുണ്ട്, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. സ്വന്തം മകനെ ഇന്ത്യയുടെ പട്ടാളത്തിലേക്ക് പറഞ്ഞത് ഇതാ, നിങ്ങൾ എടുത്തുകൊള്ളുക. ഈ രാജ്യത്തെ രക്ഷിക്കാൻ ആർക്കെതിരെ പൊരുതാൻ? ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയ പാകിസ്ഥാനെതിരെ, രാജ്യത്തിലെ മതത്തിന്റെ പേരിൽ വിഭജിച്ചു പോയ പാകിസ്ഥാനെതിരെ. നിങ്ങൾ അറിയണം BJP-ക്കാരാ, നിങ്ങൾ അറിയണം RSS-കാരാ, ഈ ഇരിക്കുന്ന 10,000 ഉണ്ടല്ലോ, അവർ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പേരക്കുട്ടികളാണ്. ഈ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ, ഈ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞങ്ങളെ വെറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ് അറുത്തു മാറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ലോകത്ത് മുഴുവൻ മഞ്ഞ വിരിയട്ടെ, ഇന്ത്യ മുഴുവൻ നിങ്ങൾ മഞ്ഞ പട്ടുകൊണ്ട് പുതപ്പിച്ചാലും അതിന്റെ മുകളിൽ ഞങ്ങളുടെ നെഞ്ചിൽ, ഞങ്ങളുടെ കൊക്കിൽ ചോരയുള്ളിടത്തോളം കാലം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ച് ഇവിടെ ജീവിക്കാൻ, ഇവിടെ മരിക്കാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉണ്ടാവും. ഒരു ഫാഷിസ്റ്റ് ചിന്തക്കും അതിനെ തകർക്കാനാവില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാരോട് പറയട്ടെ, ജീവിക്കുന്ന ബഹുസ്വരതയോട്, ജീവിക്കുന്ന ചുറ്റുപാടുകളോട് നിങ്ങൾ അപ്പോഴും മര്യാദ കാണിക്കണം, സ്നേഹം കാണിക്കണം. മറ്റുള്ളവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് തിരിച്ചു പറയാനല്ല നിന്റെ ദീൻ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, നിന്റെ ഇസ്ലാം നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, മറിച്ച് അവിടെ വിശ്വാസത്തിന്റെ പകിട്ടു കാണിക്കാനാണ്. ഞാൻ എല്ലായ്പ്പോഴും എന്റെ സുഹൃത്തുക്കളോട്, യൂത്ത് ലീഗുകാരോട് പറയാറുണ്ട്, നിങ്ങൾ 3 പേർ തനിച്ചു നിൽക്കുകയാണ്, അടച്ചിട്ട മുറിയാണ്, ഒരു ഫോൺ പോലും റെക്കോർഡ് ചെയ്യുന്നില്ല. പക്ഷേ ആ മുറിയുടെ അകത്ത് വെച്ച് പോലും നിങ്ങൾ വർഗീയത പറയരുത്, വർഗീയത പ്രവർത്തിക്കരുത്, മറ്റൊരാളെ നിന്ദിക്കരുത്. അങ്ങനെ നിന്ദിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നമുക്ക് സ്വർഗത്തിനിരിക്കാനാവില്ല എന്നെങ്കിലുമുള്ള ബോധമുണ്ടാകണം. അന്യമാണ് ഒരു മുസൽമാന് വർഗീയത. അതുകൊണ്ട് വർഗീയതക്കെതിരെ പൊരുതാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം, ഒരു രാഷ്ട്രീയം നമുക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. ലോകം ഏകാധിപത്യത്തിന്റെ, ലോകം വർഗീയതയുടെ, ലോകം ഒരു മഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ കേരളത്തിൽ നിങ്ങൾ ഓർത്തു നോക്കുക. കേരളത്തിൽ ഇന്ത്യക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഈ ഫാഷിസത്തെ എങ്ങനെയാ ചെറുക്കുക? രമേശ് ചെന്നിത്തല ഇവിടെ വന്നിരിക്കുമ്പോ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞു പോയത്? അതിനു മുമ്പ് പ്രസംഗിച്ച സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഏകാധിപതിയായ ഇന്ത്യയുടെ ഭരണാധികാരിയോട് പറഞ്ഞു, അങ്ങിത് ചെയ്യുന്നത് ഏകാധിപത്യമാണ്, ഏകാധിപതികൾ വാടില്ല എന്നത് ഹൈദർ അലി തങ്ങളുടെ ഒരു വെറും വർത്തമാനമല്ല. ഏകാധിപതികൾക്ക് വാടാനാവില്ല. അവനേത് കൊമ്പത്തെ നരേന്ദ്രമോദി ആയാലും, അവനേത് കൊമ്പത്തെ പിണറായി വിജയനായാലും ഏകാധിപതികൾ അവസാനിക്കും, ഏകാധിപതികൾ അവസാനിക്കും. നിങ്ങൾ ഓർത്തു നോക്കുക, ആ പഴയ കാലത്ത് മൊറാർജി ദേശായിയുടെ കാലത്ത് നോട്ട് പിൻവലിച്ചപ്പോ അത് ലോകത്തിന്റെ മുമ്പിൽ വന്ന് വിളിച്ചു പറഞ്ഞത് അന്നത്തെ എന്താണ്, അന്നത്തെ ഗവർണറാണ്. അവിടെ വന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് നോട്ട് മാറി. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഗവർണർ അല്ല, മോഡിയിലേക്ക് എത്തുമ്പോൾ അത് പ്രഖ്യാപിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യക്കൊരു വിദേശകാര്യമന്ത്രി ഉണ്ടോ? ആർക്കറിയാം? എവിടെയാ ഉള്ളത്? എവിടെയാ പോകാറ്? അത് മോഡിയാണ്. ഇന്ത്യയിൽ ആഭ്യന്തരമന്ത്രിയാണ്. ആർക്കറിയാം? ഇന്ത്യയിൽ വേറെ ഏതൊക്കെ മന്ത്രിമാരുണ്ട്? ആര് നോക്കുന്നു? അറിയാറില്ല, പറയാറില്ല. ഇത് ഏകാധിപത്യത്തിന്റെ ലക്ഷണമാണ്. ആ രാഷ്ട്രീയത്തെ പതുക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്നാലോ? കേരളത്തിൽ ഏത് മന്ത്രിമാരുണ്ട്? ആർക്കും അറിയില്ല. ഒരാളെ അറിയാം, അദ്ദേഹത്തിന്റെ പേര് ബഹുമാന്യനായ പിണറായി വിജയൻ എന്നാണ്. വേറെ കുറച്ച് പാവങ്ങളുടെ തലക്ക് മുകളിൽ ഒരു ചുവന്ന ലൈറ്റും കത്തിച്ചിട്ട് വിട്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും പോയിക്കോളൂ, ഇങ്ങോട്ട് വരരുത്, സെക്രട്ടേറിയറ്റ് ഭരിക്കരുത്, അധികാരമൊന്നുമില്ല. തലന്റെ മുകളിൽ ആംബുലൻസിന്റെ നീലക്ക് പകരം ഒരു ചുവന്ന ലൈറ്റ്, അത്രേ ഉള്ളൂ. അധികാരങ്ങൾ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്, അദ്ദേഹത്തിന്റെ കയ്യിലാണ്. മറ്റാർക്കും ഒന്നും അറിയില്ല, മറ്റാർക്കും ഒന്നും പറയാനാവില്ല. നിങ്ങൾ ഓർത്തു നോക്കേണ്ടത്, ഈ മന്ത്രിസഭയിൽ തലക്കകത്ത് ആൾപ്പാർപ്പുള്ള ഒരേ ഒരാൾ തോമസ് ഐസക്കാണ്. വിരോധമൊക്കെ വേറെ കാര്യമാണ്. ഇത്തിരി ആൾപ്പാർപ്പുള്ള ഒരു മനുഷ്യൻ, ആ തോമസ് ഐസക്കിനെ കുറിച്ച് പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കിയാണ് നമ്മളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താ? ഞങ്ങൾ പറഞ്ഞു ഇദ്ദേഹം വലിയ ധനകാര്യനാണ്, വിദഗ്ധനാണ്. ഇങ്ങനെ ഒരു ധനകാര്യ വിദഗ്ധൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിദേശത്ത് നിന്ന് അമേരിക്കയുടെ പിണിയാളായ ഒരു പെണ്ണിനെ കൊണ്ടുവന്നത്? അത് ചോദിച്ചപ്പോൾ പിണറായി വിജയന്റെ മറുപടി എന്താ പറയേണ്ടത്? ഐസക്കും ഒരു ധനകാര്യ വിദഗ്ധൻ തന്നെ എന്നല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറയാണ് ഞങ്ങളൊന്നും ധനകാര്യ വിദഗ്ധരല്ലെങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. മറുപടി ഞങ്ങളോടല്ല,
മറുപടി ഐസക്കിനോടാണ്. ബാലനോട് പറയാണ്, അങ്ങനൊന്നും പറയണ്ട, ഞാൻ മേലാളനാണ്. താനിപ്പോഴും ആ പിന്നോക്കത്തിന്റെ മാത്രം പ്രതിനിധിയായി വന്നവനാണ്. അവിടെ ഇരിക്ക്. ഒരു ഏകാധിപതി എല്ലാത്തിനെയും ഭരിക്കാൻ കഴിയുന്ന എല്ലാവരോടും. ഞാൻ പലപ്പോഴും നിയമസഭയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹം പിണറായി വിജയൻ മുഖ്യമന്ത്രി വരുന്നത് കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇയാള് കാലം തെറ്റിപ്പറന്നു പോയ ഒരു മഹാരാജാവാണ്. 19ാം നൂറ്റാണ്ടിലേറ്റ ജനിക്കേണ്ട ചോള രവിവർമ്മ അല്ലെങ്കിൽ വിജയൻ എന്നൊക്കെ പേരുള്ള ഒരു രാജാവാണ്. കാലം മാറി അറിയാതെ ജനാധിപത്യത്തിൽ ജനിച്ചു പോയതാണ്. എല്ലാവരും ഭരിക്കാൻ, എല്ലാവരുടെയും മേലെ. എന്നിട്ട് ഈ 6 മാസമായില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതിനിടയിലാണ് ഒരു മന്ത്രി താഴെ വീണുപോയി. ഇ.പി. ജയരാജൻ എന്തിനാ പോയത്? എന്തിനാ പോകാൻ കാരണം? നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നില്ല. അദ്ദേഹം പോയതിൽ മുന്നണിക്കൊക്കെ സഭയെന്ന് പറഞ്ഞു. അദ്ദേഹം പോയതിൽ ഞങ്ങൾക്കൊക്കെ വലിയ വിഷമമുണ്ട്. കാരണം അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റിയൊരു മന്ത്രിയായിരുന്നു സംഗതി. പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും, അതിന് പറ്റിയൊരു മന്ത്രിയായിരുന്നു. ആ മന്ത്രി താഴെ. നിങ്ങൾ 6 മാസമായിട്ടില്ല. എന്നിട്ടോ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ മുഴുക്ക ഒരു വർഗീയതയുടെ രൂപം വരികയാണ്. ഞാന് കണ്ണൂരിൽ CPM-ന്റെ ഒരു സംവാദത്തിൽ എന്നെ CPM വിളിച്ചു. ഞാൻ ആ സംവാദത്തിൽ പോയി. എന്തായിരുന്നു? UAPA വിഷയത്തില് ഞാൻ അസന്നിഗ്ധമായി പാർട്ടിയുടെ നേതാക്കന്മാരോട്, മജീദ് സാഹിബിനോട്, ബഹുമാനപ്പെട്ട തങ്ങളോട്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഒക്കെ ഞാൻ ചോദിച്ചു, എന്താ നിലപാട്? ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. എന്താ നിലപാട്? UAPA സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന BJPയുടെ ടൂളാണ്. ആ BJPയുടെ സംഘപരിവാറിന്റെ ടൂൾ ഇവിടെ എടുത്തുപയോഗിക്കാൻ പാടില്ല. ഞാൻ അവിടുന്ന് പറഞ്ഞു, UAPA വിഷയത്തിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്. UAPA ഈ ഫാഷിസ്റ്റ് ഗവൺമെന്റിന്റെ ടൂള് ഇവിടെ അനുവദിക്കാൻ പാടില്ല എന്ന് പ്രസംഗിച്ചു. എന്റെ പ്രസംഗത്തിന് അടിവരയിട്ട് CPM-ന്റെ MP ജയരാജൻ മോഡറേറ്റ് ചെയ്തു. ഞാൻ നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇതാ കേരളക്കരയിൽ സമീപകാലത്ത് മതങ്ങളെ പരസ്പരം വെറുപ്പിക്കുന്ന, തെറ്റിക്കുന്ന, ഏറ്റവും വിദ്വേഷം നിറഞ്ഞ പ്രസംഗങ്ങൾ വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പറയാൻ മുമ്പിൽ നിന്ന് കൈയടിക്കുന്ന മതഭ്രാന്തന്മാർക്ക് വേണ്ടി എന്ത് വൃത്തികേടും പറയുന്നവർ എല്ലാ മതങ്ങളിലും വർദ്ധിക്കുകയാണ്. നിയന്ത്രണം ഉണ്ടാകണം, നിയന്ത്രിക്കണം. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾ ചില സൂക്ഷ്മതകൾ പാലിക്കണം. എന്താ സൂക്ഷ്മത? ഒരാൾ ഇവിടെ ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന ഒരാൾക്കെതിരെ കേസ് കൊടുത്തു. ഏറ്റവും വെറുക്കപ്പെട്ട പ്രസംഗം, നിഷേധിക്കേണ്ട പ്രസംഗം, ഒരു സംശയവും ഞങ്ങൾക്ക് അക്കാര്യത്തിലില്ല. എന്നാൽ അയാൾക്കെതിരെ നിങ്ങൾ കേസെടുത്തു. അത് കഴിഞ്ഞ് ഇതേ കക്ഷി തന്നെ വീണ്ടും പരാതി കൊടുക്കുന്നു. ആർക്കെതിരെ? വിദ്വേഷത്തിന്റെ പ്രസംഗം നടത്തുന്ന വിഷകല ടീച്ചർക്കെതിരെ പരാതി കൊടുത്തു. അങ്ങനെ പരാതി രണ്ടും കോടതിയിലെത്തി, ഗവൺമെന്റിന് മുമ്പിലെത്തി. ഗവൺമെന്റിന്റെ മുമ്പിലെത്തുമ്പോ ഷംസുദ്ദീൻ പാലത്തിന്റെ കേസിൽ മാത്രം എങ്ങനെ UAPA വന്നു? നിങ്ങൾ വ്യക്തമാക്കണ്ടേ? സഖാവ് പിണറായി വിജയൻ, എങ്ങനെയാണ് UAPA വന്നത്? അപ്പോൾ നിങ്ങൾ പറയുന്നു UAPA ആരാ ചാർത്തിയത്? NIA ആണോ? കേന്ദ്ര പോലീസാണോ? അല്ല, സഖാവ് പിണറായി വിജയന്റെ പോലീസ് തന്നെയാണ് ഷംസുദ്ദീനെതിരെ UAPA ചേർത്തിയത്. ഞങ്ങൾ പറയുന്നത് ഷംസുദ്ദീനെതിരെ ചേർത്തിയ UAPA അപ്പുറത്തും ചേർത്തണമെന്നല്ല. ഞങ്ങൾ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫാഷിസ്റ്റ് മനോഭാവമുള്ള ഇത്തരം ടൂളുകൾ കൊണ്ടുവന്ന് ആ ടൂളുകൾ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ്. ഇവിടെ ഈ ഗവൺമെന്റ് കൊണ്ടുവരാൻ വേണ്ടി കുറെ ആളുകൾ ദിക്ർ ഹൽക്കയും സലാത്ത് നഗറൊക്കെ നടത്തിയവരുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, അവരൊക്കെ കൂടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്ന ഗവൺമെന്റാണിത്. എന്നാൽ കൊണ്ടുവന്ന സകല ഉണ്ണാക്കന്മാരുടെയും മുഖത്ത് നോക്കിയിട്ടാണ് ഷംസുവിനെതിരെ UAPAയും ശശികല ടീച്ചറെ തൊടാനുള്ള ധൈര്യം പോലുമില്ലാതെ പിണറായിയുടെ പോലീസിന്റെ മുട്ടുപറക്കുന്നത്. ഇത് സൂക്ഷ്മത ആവശ്യമുള്ള വിഷയമാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരുപാട് തറവേല ഇറക്കും മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വരുന്ന പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയിലും പ്രതിഫലിക്കുകയാണ്. ഇന്ത്യയുടെ മണ്ണിൽ കോൺഗ്രസിനെ പോലെ ഒരു മതേതര രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുവരിക അനിവാര്യമാണ്. കേരളത്തിന്റെ ഒരു ചെറിയ പ്രതലത്തിൽ നിന്ന് ആരുടെയെങ്കിലും നരമ്പ് രോഗങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൂടാ. ഒരു കാര്യം സഖാക്കളോട് ഞാൻ പറയട്ടെ, ഇതുപോലെ ഒരു സദസ്, ഇതുപോലെ യൂത്ത് ലീഗിന്റെ ഈ ഭാരവാഹികൾ എന്റെ പിറകിലിരിക്കുമ്പോ നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ച്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഷുക്കൂറിന്റെ കേസ്, ആ കേസിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ആ കേസിന്റെ മുടിമാറ്റിയ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതാവസ്ഥ നിൽക്കുമ്പോഴാണ് ഞാൻ അന്ന് ആ വേദിയിൽ പ്രസംഗിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. നിങ്ങൾ അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി, ഡോക്ടർ മുനീർ സാഹിബ് അതിൽ മന്ത്രിസഭയിലുണ്ട്, ഈ നേതാക്കന്മാർ ആ ഗവൺമെന്റിനെ പിന്തുണച്ചവരാണ്. എന്നിട്ടും
ആഭ്യന്തര വകുപ്പ് മന്ത്രി UDF-ന്റെ കയ്യിലിരിക്കുമ്പോൾ, കോൺഗ്രസിന്റെ കയ്യിലിരിക്കുമ്പോൾ ഗവൺമെന്റിനെ കൊണ്ട് ആ കേസ് CBIക്ക് കൊടുപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അന്ന് കോടതി ചോദിച്ചു, നിങ്ങളുടെ പോലീസല്ലേ ഭരിക്കുന്നത്, എന്നിട്ടും എന്തിനാണ് CBI? ഗവൺമെന്റ് പറയാണ്, ഭരിക്കുന്ന ഗവൺമെന്റ് പറയുകയാണ് എന്ത്, അത് ശരിയാണ്. പക്ഷെ കണ്ണൂർ പോലെയുള്ള ഒരു ജില്ലയിൽ അന്വേഷണം ഗൗരവത്തോടെ വേണമെങ്കിൽ CBI വേണം. CBIക്ക് കേസ് കൊടുത്തു. ഞാൻ ചോദിക്കുന്നത്, ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ നാളുകൾ എത്തുമ്പോ എന്തായിരുന്നു ജയരാജന്റെ സ്ഥിതി? P. ജയരാജൻ അദ്ദേഹത്തിന്റെ നിരന്തരമായി ആംബുലൻസിൽ ഇങ്ങനെ പോവായിരുന്നു. തിരുവനന്തപുരം വരെ ആംബുലൻസ്, അവിടെ നിന്ന് കാസർഗോഡ് വരെ ആംബുലൻസ്. ഒരു 10-27 ദിവസം ആംബുലൻസിൽ. ജയരാജന്റെ തലക്ക് മുകളിൽ നീല വെളിച്ചം കെട്ടിയത് പിണറായിയുടെ തലക്ക് മുകളിൽ ചുവന്ന ലൈറ്റ് കത്തിയപ്പോഴാണ്, അല്ലേ? അപ്പോഴല്ലേ കെട്ടത്. എന്നിട്ടോ കോടതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം, താൽക്കാലികമായ വികാരത്തിന്റെ പേരിൽ ഇടതുപക്ഷം ഇവിടുത്തെ മുസ്ലിം പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ് വാങ്ങിയ വോട്ടുകളുമായി അധികാരത്തിലെത്തി. ആദ്യം ചെയ്തത് ഷുക്കൂർ കേസിനെതിരെ കോടതിയിൽ ഗവൺമെന്റ് പോലും കക്ഷിയാകുന്ന അവസ്ഥയിലേക്കാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, മുസ്ലിം യൂത്ത് ലീഗ് നിങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്, ഷുക്കൂറിന്റെ ഘാതകരെ ഞങ്ങൾ നിയമത്തിന്റെ ഇടനാഴിയിൽ കാത്തു നിൽക്കുമെന്ന്. അതിനായിരുന്നു CBI കേസ്, അല്ലേ? ആ CBI കേസിനെയാണ് നിങ്ങൾ കോടതിയിൽ ചലഞ്ച് ചെയ്തത്. അവിടെ കിടക്കുകയാണ്, വിധി വന്നിട്ടില്ല. എങ്ങാനും ആ അന്വേഷണത്തിന് വിരുദ്ധമായി വിധി വരുന്ന ദിവസം ആ കേസ് സുപ്രീം കോടതിയുടെ ടേബിളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയും. വിട്ടെന്ന് വിചാരിക്കരുത്, നിങ്ങൾ വിട്ടെന്ന് വിചാരിക്കരുത്. നിങ്ങൾ 10 കിലോ പോത്തിറച്ചി വരട്ടിക്കടിക്കുമ്പോ നിങ്ങൾ അറുത്തു തള്ളിയ ഷുക്കൂറിനെ ഞങ്ങൾ മറക്കണം, അല്ലേ? മറക്കണമല്ലേ CPM-കാരെ? നിങ്ങൾ 10 കിലോ പോത്തിറച്ചി വരട്ടുമ്പോ നിങ്ങൾ അറുത്തു തള്ളിയ അസ്ലമിനെ ഞങ്ങൾ മറക്കണമല്ലേ CPM-കാരെ? നിങ്ങൾ പറ, ഞങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ കൊന്നു തള്ളിയിട്ട് പിണറായി വിജയൻ തന്റെ രാക്ഷസീയ മുഖത്തിരുന്ന് മുസ്ലിങ്ങളോട് കാണിക്കുന്ന ചിരി കണ്ട് അതിൽ മയങ്ങി വീഴാൻ ദിക്ർ ഹൽക്കയുടെ പാരമ്പര്യം പറയുന്ന ചിലർക്ക് പറ്റിയേക്കാം. ഞങ്ങൾക്ക് പറ്റില്ല. ലോകത്ത് മുഴുക്ക വരുന്ന ഒരു വലതുപക്ഷ തീവ്ര രാഷ്ട്രീയത്തെ അതിനോട് ചേർന്നു പോകാൻ കേരളത്തിലെ ഇടതുപക്ഷ തീവ്രതയും ഒരുമിക്കുന്നു എന്ന് വരുമ്പോഴാണ് ഈ ഫാഷിസത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഫാഷിസത്തിന്റെ രൂപഭാവങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒരു കാര്യം കൂടെ പറയട്ടെ. വീണ്ടും അസ്ലമിന്റെ കൊലപാതകം നടന്നു. ഞാൻ അന്നേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നതിന്റെ പിറകെ കൊന്നവനെയല്ല പിടിക്കേണ്ടത്, കൊന്നവനെയല്ല. ഒരു സ്ഥലത്തൊരാളെ കൊന്നാൽ കൊന്ന കത്തി പിടിക്കും, അതുപോലെ തന്നെയാണ് കൊന്നവനും. അവനൊരു ടൂളാണ്. ട്രൗസറും മനോജും അങ്ങനെ കുറെ ആളുകൾ കിർമാണിയും ജയിലിലാണല്ലോ. എന്നിട്ടും എന്തേ അസ്ലമ കൊല്ലപ്പെട്ടത്? എന്നിട്ടും എന്തേ വീണ്ടും ആളുകൾ കൊല്ലപ്പെടുന്നത്? കൊല്ലിച്ചവൻ പുറത്താണ്. കൊല്ലിച്ചവനെ ഇരുട്ടിന്റെ അകത്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അല്ലാതെ കേരളത്തിന്റെ കലാപ രാഷ്ട്രീയം അവസാനിക്കില്ല. അതുകൊണ്ട് അസ്ലമിന്റെ വധത്തിലടക്കം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അസ്ലമിന്റെ വധം അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഇവിടുത്തെ മതവർഗീയവാദികളായിട്ടുള്ള SDPI-കാരൻ സുഡാപ്പിക്കാരൻ നസറുദ്ദീനെ കൊന്നല്ലോ. നസറുദ്ദീനെ കൊന്നപ്പോ എന്തായിരുന്നു പിടിക്കാൻ? പോലീസ് പ്രതികളെ പിടിച്ചില്ലേ? അന്വേഷണം പൂർത്തിയാക്കിയില്ലേ? എന്നിട്ട് സഖാബ് പിണറായി വിജയ നിങ്ങൾ ആ കേസിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തില്ല. ഫലം എന്താണെന്നറിയുമോ? ആ കൊലപാതകികൾ ഇന്ന് റോട്ടിലിറങ്ങി നടക്കുകയാണ്. 90 ദിവസമായിട്ടും കൊടുത്തില്ല. ഇവിടുത്തെ SDPI-കാരനുമായി നിങ്ങൾ വോട്ട് വാങ്ങിയ കണക്കിന്റെ അവിശുദ്ധ ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിന്റെ വിലയാണ് 60 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾ അവർക്ക് ആ ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കാതെ ഇവിടുത്തെ SDPI-കാരനെ നിങ്ങൾ സഹായിച്ചത്. നിങ്ങൾ അല്ലെങ്കിലും ആരെയാ സഹായിക്കുന്നത്? EP ജയരാജൻ രാജിവെച്ച് പോയപ്പോ അയാള് ശ്രീമതി ടീച്ചറുടെ മകന് കൊടുത്ത ജോലിയുടെ ഫലമായിട്ടാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് ജയരാജൻ രാജിവെച്ച് പോയി എന്ന് വെച്ചിട്ടോ തിരുവനന്തപുരത്തെ മന്ത്രിമാരുടെ ഭവനങ്ങളിലൊക്കെ ഈ പറയുന്ന പുന്നാര മക്കളുണ്ട്, എല്ലാ പുന്നാര മക്കളുമുണ്ട്. പിണറായി വിജയന്റെ വീട്ടിലുണ്ടല്ലോ വിവേക് കിരൺ. കഴിഞ്ഞ 5 കൊല്ലം ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ തെരുവുകൾ കലാപകലുഷിതമാക്കി ഇവിടുത്തെ സഖാക്കൾ സമരം ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു സമരമുഖത്ത് ഉണ്ടായിരുന്നോ വിവേക് കിരൺ? ലണ്ടനിലായിരുന്നു, അല്ലേ? ഭരണം കിട്ടി, ഊറ്റാൻ വന്നു. എല്ലാ മന്ത്രി പുങ്കവന്മാരുടെ മക്കളും തിരുവനന്തപുരത്തുണ്ട്. ജോലി
ശ്രീമതി ടീച്ചർ ആലോചിച്ച് നോക്കണം നിങ്ങൾ. കഴിഞ്ഞ മൂള ഗവൺമെന്റില് മന്ത്രിയാകുമ്പോ മക്കള് അവരൊക്കെ തിരുവനന്തപുരത്ത് വരുമല്ലോ. അപ്പൊ ശ്രീമതി ടീച്ചറുടെ മകന്റെ ഭാര്യ, സ്വാഭാവികമാണ് മരുമോള് ഭക്ഷണം ചായയൊക്കെ കൊണ്ടേ കൊടുക്കും. ഇത് കണ്ടിട്ട് ശ്രീമതി ടീച്ചറുടെ മനസ്സലിഞ്ഞു പോയി. എന്റെ മരുമോൾ എന്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മരുമോളെ ഗസറ്റഡ് ആക്കി പ്രഖ്യാപിച്ചിട്ട് ശമ്പളം കൊടുക്കാൻ തുടങ്ങി.